വിവാദ പരാമർശത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് സുപ്രീം കോടതി കൊളീജിയത്തിനു മുന്നിൽ ഹാജരായി. ഇന്ന് ഹാജരാകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകിയത്. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. വിനീത, അദ്ദേഹം എന്തൊക്കെ വിശദീകരണം നൽകി, കൊളീജിയം അതിൽ തൃപ്തരാണോ തുടങ്ങിയ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വ്യക്തമായിട്ടുണ്ടോ? സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ ഇന്ന് ഹാജരായി ഈ വിവാദ പരാമർശങ്ങളിൽ വിശദീകരണം നൽകണമെന്ന് ജഡ്ജി ശേഖർ കുമാർ യാദവിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചാണ് ഇന്ന് അദ്ദേഹം ഹാജരായി വിശദീകരണം നൽകിയത്. വിനീത വിജി വിവരങ്ങൾ നൽകും. വിനീത, എന്ത് വിശദീകരണമാണ് നൽകിയത്? കൊളീജിയത്തിന് അത് തൃപ്തികരമായിട്ടുണ്ടോ? അതെപ്പോഴായിരിക്കും അതിലൊരു തീരുമാനം, തുടർ നടപടികൾ സംബന്ധിച്ചൊരു തീരുമാനം കൊളീജിയം എടുക്കുക? തീർച്ചയായും വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം കൊളീജിയത്തിന് മുൻപിൽ ഹാജരായത്. ഈ വിവാദ പരാമർശം സംബന്ധിച്ച് അദ്ദേഹം വിശദീകരണം നൽകിയെന്നാണ് സൂചന. ആ വിശദീകരണത്തിന്മേൽ ഇനി എന്ത് നടപടിയാണ് കൊളീജിയം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും നിർണായകമാവുക. ഒരുപക്ഷെ ഈ വിവാദ പരാമർശത്തിന് പിന്നാലെ തന്നെ കടുത്ത നടപടികളിലേക്കൊക്കെ പോകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിന് മുൻപും ഈ പരാമർശം നടത്തിയതിന് പിന്നാലെ തന്നെ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയോട് വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ട് തേടിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കൊളീജിയത്തിന് മുൻപിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയത്തിന് മുന്നിൽ നേരിട്ട് അദ്ദേഹം ഹാജരായി വിശദീകരണം നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൊളീജിയം, സുപ്രീം കോടതി കൊളീജിയം എന്ത് തീരുമാനം എടുക്കാൻ പോകും ഇക്കാര്യത്തിൽ എന്നതാണ് നിർണായകം. ഈ വിശദീകരണത്തിൽ ഒതുങ്ങുമോ അതോ തുടർ നടപടികളിലേക്കൊക്കെ പോകുമോ? അങ്ങനെയാണെങ്കിൽ അത് ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ മറ്റു ചില ഏടുകളായി മാറാൻ സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ കൊളീജിയമാണ് ഇനി തീരുമാനം എടുക്കാൻ പോകുന്നത്.